ചേർത്തല നഗരസഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള കനാൽ ഫെസ്റ്റിന് വിപുലമായ ഒരുക്കങ്ങൾ. ഡിസംബർ 27 മുതൽ 31 വരെയാണ് കനാൽ ഫെസ്റ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരുക്കങ്ങൾ പൂർത്തിയായതായി നഗരസഭാ അധികൃതർ അറിയിച്ചു. കനാൽക്കരയിൽ ആയിരക്കണക്കിന് ദീപങ്ങൾ തെളിഞ്ഞു. ഏകദേശം 71 വർഷം പൂർത്തീകരിക്കുകയാണ്. ഇതിനിടയിൽ ചേർത്തലയിൽ കനാൽ ഫെസ്റ്റ് ആദ്യമായിട്ട് നടക്കുന്നതായിട്ടുള്ള ഒരു സംഭവമാണ്. 24-ാം തീയതി ഇന്ന് തൊട്ട് ദീപപ്രകാശനം നടത്തിക്കൊണ്ട് 30-31 തീയതികളിൽ വളരെ ഗംഭീരമായിട്ടുള്ള പരിപാടികളോടുകൂടിയാണ് ഇത് അവസാനിക്കുന്നത്. അതിന് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ആദ്യമേ തന്നെ പ്രതീക്ഷിക്കുകയാണ്. എല്ലാവരും ഇതിനകത്ത് പങ്കാളികളാകും എന്നുള്ളതായിട്ടുള്ള ആത്മവിശ്വാസവും ഞങ്ങൾക്കുണ്ട്. ചേർത്തല നഗരസഭയിൽ നമ്മൾക്ക് ഇതുക്കു മുമ്പും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾക്കത് നടത്തിപ്പെടുവാനായിട്ട് ഇതുവരെ സാധിച്ചില്ലായിരുന്നു. നമ്മുടെ തൊട്ടടുത്തുള്ളതായിട്ടുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ ഫെസ്റ്റിവൽ നമ്മൾ ആഘോഷിക്കുമ്പോൾ ചേർത്തലയ്ക്ക് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ ഒന്നും സംഭവിച്ചുകൂടാ എന്നുള്ളതായിട്ടുള്ള കാരണത്താൽ തന്നെയാണ് ഞങ്ങൾ ഇത്തവണ എല്ലാ കൗൺസിലേഴ്സും അടക്കം അതുപോലെ തന്നെ എല്ലാവരുടെയും സഹായത്തോടു കൂടിയാണ് ഈ ഒരു പരിപാടി ആവിഷ്കരിച്ചിരിക്കുന്നത്. 27-ാം തീയതി തൊട്ട് നമ്മൾ ഒട്ടനവധി പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ആ പരിപാടികളിൽ തന്നെ നമ്മൾ സമ്മാനങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് തന്നെ ഈ പരിപാടി വിജയിപ്പിക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. 30-ാം തീയതി നമ്മൾ ബിജു മല്ലാരിയുടേതായിട്ടുള്ള പരിപാടിയും 31-ാം തീയതിയിൽ മെഗാ ഷോ ആയിട്ടുള്ള പരിപാടിയും നടത്തി ന്യൂ ഇയറിലേക്ക് പോകുന്നതായിട്ടുള്ള ഒരു സംരംഭത്തിലേക്കാണ് തുടങ്ങുന്നത്. തീർച്ചയായിട്ടും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. ചേർത്തല നഗരത്തിലെ കനാലുകൾ വീണ്ടെടുക്കുന്നതിനായുള്ള ജനകീയ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കനാൽ മേള ഒരുക്കുന്നത്. ഡിസംബർ 27 മുതൽ 31 വരെ ചേർത്തല TB കനാലോരത്താണ് പരിപാടികൾ. നഗരസഭയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെയും വ്യാപാരി സമൂഹത്തിൻ്റെയും സംഘടനകളുടെയും സഹകരണത്തിലാണ് ഫെസ്റ്റ് ഒരുക്കുന്നത്. നഗരസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി നടക്കുന്ന മേള ആകർഷകമാക്കാനുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നത്. 27-ന് തുടങ്ങി പുതുവത്സരാഘോഷത്തോടെയുള്ള സമാപനമാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്. എല്ലാ മേഖലയിൽ നിന്നും മേളയുടെ വിജയത്തിനായി വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. കഴിഞ്ഞ മാസം 5000-ഓളം ജനങ്ങളെ അണിനിരത്തി കനാൽ ശുചീകരണം നടത്തിയിരുന്നു. ഇതിൻ്റെ തുടർച്ചയായാണ് മേള. മേളയുടെ വിളംബരമായി ചൊവ്വാഴ്ച വൈകിട്ട് കനാലിൻ്റെ 5 കിലോമീറ്റർ പരിധിയിൽ ദീപം തെളിച്ചു. വിവിധ സ്ഥാപനങ്ങളും സംഘടനകളും വ്യക്തികളും എല്ലാം ദീപം തെളിക്കൽ ചടങ്ങിൽ പങ്കെടുത്തു. 26-ന് പന്തൽ കാൽനാട്ട് കർമ്മം നടക്കും. SN ട്രസ്റ്റ് ഡയറക്ടർ ബോർഡ് അംഗം പ്രീതി നടാശൻ നിർവഹിക്കും. 27-ന് വൈകിട്ട് സാംസ്കാരിക ഘോഷയാത്രയോടെ മേള തുടങ്ങും. ചേർത്തല ASP ഹരീഷ് ജെയിൻ ഫ്ലാഗ് ഓഫ് ചെയ്യും. പ്രച്ഛന്നവേഷ മത്സരം അടക്കം ഘോഷയാത്രയിൽ അണിനിരക്കും. രാത്രി ഫ്യൂഷൻ തിരുവാതിര. 28-ന് വൈകിട്ട് കലാസന്ധ്യ പിന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് K. പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. 29-ന് 7-ന് നാടൻപാട്ട് ദൃശ്യാവിഷ്കാരം. 30-ന് വൈകിട്ട് മന്ത്രി P. പ്രസാദ് മേള ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. ഷെർലി ഭാർഗവൻ അധ്യക്ഷത വഹിക്കും. വയലാർ ശരത്ചന്ദ്രവർമ്മ മുഖ്യാതിഥിയായി പങ്കെടുക്കും. വ്യാപാര വ്യവസായ പ്രതിഭകളെ ചടങ്ങിൽ ആദരിക്കും. 31-ന് സമാപനം. KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് പാപ്പാഞ്ഞി കത്തിക്കൽ, കരിമരുന്ന് പ്രയോഗം, പുതുവത്സര വരവേൽപ്പ്. മേളയുടെ ഭാഗമായി നഗരത്തിലെ കനാലോരവും വ്യാപാര സ്ഥാപനങ്ങളുമെല്ലാം വൈദ്യുതി വിളക്കുകളാൽ അലങ്കരിക്കാനും തീരുമാനിച്ചിട്ടുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു. മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ, വൈസ് ചെയർമാൻ TS അജയകുമാർ, സെക്രട്ടറി TK സുജിത്, VT ജോസഫ്, P. ഷാജിമോഹൻ, B. ഭാസി, അഭിലാഷ് മാപ്പറമ്പിൽ, AS സാബു, ശോഭ ജോഷി, G. രഞ്ജിത്ത്, എലിക്കുട്ടി ജോൺ, കൗൺസിലർമാർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വിൻ മീഡിയ, ചേർത്തല.